നിലമ്പൂർ ഇലക്ഷൻ കൺവെൻഷൻ അധ്യക്ഷൻ ശ്രീ ഗിരീഷ് മേക്കാട്ട്, ഉദ്ഘാടന കർമ്മത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി MP, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജ്, നിലമ്പൂരിലെ പ്രിയ സഹോദരങ്ങളെ, സാദര നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ യശസ് ഉയർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു MP തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിച്ചെടുത്ത് ഒരു പൊൻതാമര വിരിയിച്ചതിൻ്റെ വാർഷികാഘോഷത്തിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഈ ഒരു വാർഷികാഘോഷം നിലമ്പൂരിലെ സഹോദരങ്ങളോടൊപ്പം ഇവിടെ ആഘോഷിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം ഞങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ഇലക്ഷൻ കൺവെൻഷന് വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വിജയപ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഏവർക്കും നൽകുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലത്തിൽ മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നത്. ഇവർക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ കയ്യിൽ നെയിൽ പോളിഷ് ഇടുന്നത് പോലെയാണ്. മൂന്ന് മാസം കൂടുന്ന സമയത്ത് വീണ്ടും പോയി പുതുക്കി ഈ നെയിൽ പോളിഷ് ഇടുന്ന പ്രവണതയുമായിട്ടാണ് നിലമ്പൂരിൻ്റെ പോക്ക്. നമുക്കറിയാം, LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ചുകൊണ്ട് കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന ഈ നിലമ്പൂരിലെ ജനതയുടെ ശാപമോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ ഒരു തിരഞ്ഞെടുപ്പുമായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിന് എല്ലാവരും കൈകോർത്തുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ചില മാധ്യമങ്ങളും നാടൊട്ടാകെയും പറഞ്ഞിരുന്നത് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം മത്സരത്തിനില്ല എന്നുള്ളതാണ്. ദേശീയ അധ്യക്ഷന്റെ വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് ഇവിടെ പ്രഖ്യാപനങ്ങൾ ഇറക്കുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാര്, പ്രതിപക്ഷത്തിൽ അലങ്കരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷൻ എന്ന് കേൾക്കുമ്പോഴേക്കും അതിന്റെ കുപ്പായവും അണിഞ്ഞുകൊണ്ട് എല്ലാ വേദികളും കൈയടക്കിക്കൊണ്ട് പോകുന്നവരല്ല ഇവിടെയുള്ള നേതാക്കൾ. മറിച്ച് ഇവിടെ ഒരു സംഘടനാ സംവിധാനമുണ്ട്. ആ സംവിധാനം വന്നതിന് ശേഷം, അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമാണ് ഇവിടെയുള്ള നേതാക്കള്, ഇവിടെയുള്ള സ്ഥാനാർത്ഥികൾ കുപ്പായം അണിയുന്നത് എന്നുള്ളതാണ്. ഇവിടെ UDF-ന്റെയും LDF-ന്റെയും കഥ നമുക്കറിയാം. സ്ഥാനാർത്ഥി കുപ്പായം അണിയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ശത്രുത പോലും വലുത് പുലർത്തിക്കൊണ്ടാണ് അവർ മുൻപോട്ട് പോയിട്ടുള്ളത്. നിരവധി സ്ഥാനാർത്ഥികളുടെ പേരാണ് ഉയർന്നു വന്നിരുന്നത്. നിരവധി ആളുകളാണ് അവർ സ്വയം സ്ഥാനാർത്ഥികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വന്നിട്ടുള്ളത്. അത്തരം വാക്പോറിൽ നിന്നും ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സ്ഥാനമില്ല. ഞങ്ങള് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഉചിതമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നുള്ളതിന്റെ തെളിവാണ് ശ്രീ മോഹൻ ജോർജ്. ഇന്നത്തെ ഇലക്ഷൻ കൺവെൻഷനിലൂടെ അദ്ദേഹത്തെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിലമ്പൂരിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരിചിതനാണ്. ഇവിടെയുള്ള കഴുത്ത് ഞെരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കൊപ്പമല്ല, വികസനത്തിന്റെ പാതയാണ് പിന്തുടരേണ്ടതെന്ന ഉത്തമ ബോധ്യത്തിലൂടെയാണ് അദ്ദേഹം ഇന്നിവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗപ്രവേശം ചെയ്തിട്ടുള്ളത്. ഇവിടെ നിലമ്പൂരിലെ ഈ കൺവെൻഷനിൽ നിന്ന് നിങ്ങളോട് ഉറപ്പ് നൽകുവാനുള്ളത് ഈ ഒരു കാര്യം മാത്രമാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന UDF-ന്റെയും LDF-ന്റെയും ഒപ്പമല്ല സാധാരണക്കാര്, മറിച്ച് വികസനത്തിന്റെ പാത പിന്തുടരുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പമാണ് ഇവിടെയുള്ള സാധാരണക്കാര് എന്നതിന്റെ തെളിവ് തന്നെയാണ് എനിക്ക് മുൻപേ പ്രസംഗിച്ച മുൻ SFI നേതാവ് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്ന എൻ്റെ സഹോദരനും. അദ്ദേഹം ഇവിടെ കുറേയേറെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, ഇവിടെയുള്ള മാതാപിതാക്കളോടൊപ്പം അവരുടെ എത്ര യുവാക്കളായിട്ടുള്ള കുട്ടികൾ രാത്രി ഭക്ഷണം കഴിക്കാറുണ്ട് എന്നുള്ളതാണ്. വീഡിയോ കോളിലൂടെയല്ലേ നിങ്ങൾ മക്കളെ കാണാറുള്ളത്? ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ ഒരു അവസരമല്ലേ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ എന്നുള്ള ചോദ്യമാണ്. പ്രിയപ്പെട്ട സഹോദരനോട് ഒന്നുകൂടി എനിക്ക് പറയുവാനുള്ളത്, അങ്ങനെ വീഡിയോ കോളിലൂടെ പോലും കാണാൻ സാധിക്കാതെ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടുകൊണ്ട് വഴി തെറ്റി നടക്കുന്ന ഒരു യുവതലമുറയെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമുക്ക് കിട്ടാനില്ല. നല്ല രീതിയിൽ നടക്കുന്ന കുട്ടികളൊന്നും തന്നെ ഈ സംസ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ കുട്ടികൾ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ +2 കഴിയുന്ന അവസരത്തിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്നും പുറത്താക്കണം, അല്ലെങ്കിൽ ഇമാതിരി കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയി തങ്ങളുടെ കുട്ടികളും വഴിതെറ്റിപ്പോകും എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയമുള്ളവരെ ഇവിടെ നിന്നും കുട്ടികളെ കടത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക്. വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് എന്ത് സംഭാവനയാണ് പിണറായി സർക്കാർ നൽകിയിട്ടുള്ളത്? LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ചിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഉന്നത നിലവാരം പുലർത്തുന്ന ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാത്തത് എന്ന് നമ്മൾ ചോദിക്കേണ്ടതാണ്.
വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോ അവരുടെ മുഖത്ത് നോക്കി ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്: എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ മാത്രം ഈ വികസന മുരടിപ്പ് നിലനിൽക്കുന്നത് എന്നുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ പ്രകടന പത്രിക അടിക്കുന്നത് വളരെ എളുപ്പമാണ്. കാരണം 5 വർഷം മുൻപുണ്ടായിരുന്നതിന്റെ അതേ ഫോട്ടോ കോപ്പി അടുത്ത 5 വർഷം കഴിയുമ്പോൾ വീണ്ടും പ്രകടന പത്രികയിൽ ഉൾപ്പെടുന്നു. കാരണം വികസനം ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു വികസനവും നിലമ്പൂരിന്റെ പടി കടന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഇലക്ഷനിലൂടെയും വ്യക്തമാകുന്നത്. കാരണം ഒരു റെയിൽപാത അത് അനന്തമായിട്ട് നീണ്ടുപോകുന്ന ഒരു കാഴ്ച, ദേശീയപാത മറ്റു പല ഭാഗങ്ങളിലും ത്വരിത വേഗതയിൽ ഈ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു പോകുമ്പോൾ ഈ നിലമ്പൂരിന്റെ ഭാഗത്തേക്ക് മാത്രം ഈ വികസനം എത്താത്തതിന്റെ ഉത്തരവാദികള് ഇവിടെ മാറി മാറി ഭരിച്ചിരിക്കുന്ന LDFും UDFും തന്നെയാണ് എന്ന് നമുക്കറിയാം. മറ്റു പല മേഖലകളിലും നമുക്കറിയാം എടുത്തു പറയാൻ ഒരു പുരോഗതി പോലും ഇല്ലാതെ നിലമ്പൂര് നിശ്ചലമായിരിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം കാരണം ഈ മലയോര പ്രദേശത്തെ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങള് ഇന്ന് ഇവിടെയുള്ള പത്രം എടുത്തു നോക്കിയപ്പോൾ അതിലും കണ്ടു. ഒരു കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി 3 യുവാക്കൾക്ക് പരിക്ക് പറ്റിയിട്ട് ആശുപത്രിയിൽ ചികിത്സയാണ്, അതിന്റെ ചിത്രത്തോടു കൂടി. അപ്പോൾ അത്തരത്തില് വന്യമൃഗങ്ങളുടെ ഉപദ്രവം കൂടുതലാണ് എന്ന് പറയുന്ന സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കേന്ദ്രത്തിന്റെ അടുത്ത് പോയി എന്നൊരു പ്രസ്താവനയാണ് ഇവിടെയുള്ള നേതാക്കൾ നൽകാറ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വന്യമൃഗങ്ങളെ ഉപദ്രവത്തിൽ നിന്നും ഇവിടെയുള്ള കർഷകരെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിയമങ്ങളും കേന്ദ്ര സർക്കാർ പാസാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ ചങ്കൂറ്റത്തോടെ അതിനു വേണ്ടി നിലനിൽക്കുന്ന ഒരു നട്ടലുള്ളൊരു ഭരണാധികാരി, ആ ഒരു നട്ടലുള്ള ഒരു MPയോ MLAയോ നമ്മുടെ പ്രദേശത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് നമ്മൾ മറ്റുള്ളവരോട് വിളിച്ചു പറയേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ. ഇത്തരത്തില് നിലമ്പൂരിന്റെ വിഷയങ്ങളെല്ലാം പാടെ അവഗണിച്ചുകൊണ്ടാണ് LDF ആയാലും ശരി UDF ആയാലും ശരി മുൻപോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഉള്ളിൽപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ നിലമ്പൂര്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു MPയെ വിജയിപ്പിച്ചു വിട്ടു, ശ്രീമാൻ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് നോർത്ത് ഇന്ത്യയിൽ ഒരു സീറ്റ് ലഭിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇവിടെയുള്ള വയനാടൊന്നും എനിക്ക് വേണ്ട, ഞാൻ പോകുന്നു അങ്ങ് ഡൽഹി ഭാഗത്തേക്ക്. അങ്ങനെ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തെ ഉപേക്ഷിച്ചു പോയി. പകരം ഇറക്കുമതി ചെയ്തത് മിസസ് പ്രിയങ്ക വദ്ര. ഇലക്ഷന് ശേഷം അല്ലെങ്കിൽ അവർ വിജയിച്ചതിന് ശേഷം അവരെ കണി കാണാൻ പോലും നമുക്ക് ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുവാനോ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനോ ഇവിടെ നിന്നും വിജയിപ്പിച്ചു പോയിട്ടുള്ള ശ്രീമതി പ്രിയങ്ക വദ്രയെ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇവിടെ നിലമ്പൂരിന്റെ ജനത വിജയിപ്പിച്ചു വിട്ടു ഒരു MLAയെ. അദ്ദേഹത്തിന് പേതാ പാർട്ടി എന്ന് പോലും അറിയില്ല എന്നാ പറയുന്നത്. ഓടി നടന്ന് ഓരോ പാർട്ടിയിൽ പോയി നോക്കുകയാണ്, ചിഹ്നം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് അദ്ദേഹം. അപ്പൊ പാർട്ടിയുടെ ചിഹ്നമൊന്നും കിട്ടിയില്ല. ഒടുവിൽ എന്തെങ്കിലും ഒരു ചിഹ്നത്തിൽ മത്സരിക്കണം എന്നുള്ളൊരു ഗതികേടില് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരെ വിജയിപ്പിച്ച് വിട്ടതിന് ശേഷം രാജിവെച്ചുകൊണ്ട് ചിഹ്നം മാറി മത്സരിക്കുവാനുള്ള ഒരു ഓട്ടത്തിലാണ് PV അൻവറും. ഇവിടെ ഈ നിലമ്പൂരിനെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന UDFന്റെ തലവനായിരുന്നു ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹം അടക്കി ഭരിച്ചത് 1ഉം 2ഉം ടേമിലല്ല, 10-30 വർഷത്തോളം ഈ നിലമ്പൂരിനെ അടക്കി ഭരിച്ചപ്പോഴും നിലമ്പൂരിന് വികസനം കൊണ്ടുവരാൻ അദ്ദേഹവും മറന്നുപോയി. അതിനു പകരം ഇപ്പോൾ UDF ഇറക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനെയാണ്. അച്ഛനെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തതൊന്നും മകനെ കൊണ്ടും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഇവിടെയുള്ള നിലമ്പൂരിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ ഇലക്ഷനിലൂടെ നമ്മൾ തെളിയിക്കേണ്ടതാണ്. ഇവിടെ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ആചാര ലംഘനത്തിനു വേണ്ടി സ്ത്രീകളെ പൊതു നിരത്തിലിറക്കുന്നതാണ് എന്നാണ് പിണറായി വിജയൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ കുടുംബശ്രീയുടെ വാർഷികാഘോഷങ്ങൾക്ക് വേണ്ടി പിണറായി സ്തുതി പാടിക്കൊണ്ട് തിരുവാതിര കളിക്കുവാനുള്ളവരാണ് സ്ത്രീകൾ എന്നുള്ളതാണ് ഇവിടെയുള്ള നവോത്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം എന്താണ് എന്ന് നരേന്ദ്രമോദി സർക്കാർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് സ്ത്രീകൾ എത്തിപ്പെടാത്ത മേഖലകളില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും തലപ്പത്തുള്ള സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീമതി ദ്രൗപദി മുർമു മുതൽ ഇങ്ങ് ഏറ്റവും താഴെ തലത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെയും ആശാവർക്കർമാരുടെയും വരെ ഉന്നമനത്തിന് അശ്രാന്തം പരിശ്രമിക്കുന്ന ഒരു നേതൃത്വമാണ് പ്രിയമുള്ളവരെ നമുക്കുള്ളത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ പെഹൽഗാമില് ഒരു അറ്റാക്ക് നടന്നു. പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ആ തീവ്രവാദികൾ ഭാരതത്തിന്റെ അതിർത്തി കടന്നു വന്നുകൊണ്ട് നമ്മുടെ സഞ്ചാര മേഖലയിലുള്ള ആളുകളുടെ
ഭർത്താക്കന്മാരെ നിഷ്കരുണം വെടിവെച്ച് കൊന്ന സാഹചര്യത്തിൽ ആ തീവ്രവാദികൾ ഈ ഭാര്യമാരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മോഡിയോട് പോയി പറയൂ എന്നതാണ്. അവര് കൃത്യമായി പറഞ്ഞതുപോലെ മോദിയോട് ചെന്ന് പറഞ്ഞു. ചെയ്യേണ്ട കാര്യം നല്ല വൃത്തിയായിട്ട് വെടിപ്പായിട്ട് നമ്മുടെ തലവൻ ചെയ്ത് കാണിച്ചു എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഭാരതത്തിന്റെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിന്ദൂരം മായ്ച്ചു കളഞ്ഞവർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് സിന്ദൂർ ഓപ്പറേഷനിലൂടെ ഈ ഭാരതത്തിന്റെ സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞവർക്കുള്ള മറുപടി കൊടുക്കുവാൻ നമ്മുടെ നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനത്തോടുകൂടെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, ഈ കാര്യം ലോക രാജ്യങ്ങളോട് വിളിച്ചു പറയുവാൻ എല്ലാ രാജ്യങ്ങളും ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. എന്താണ് ആ യുദ്ധത്തിന്റെ പരിണത ഫലങ്ങൾ എന്നറിയാൻ. ഇത് ലോകരാഷ്ട്രങ്ങളോട് വിളിച്ചു പറയുവാൻ, കോടാനുകോടി ജനങ്ങളോട് വിളിച്ചു പറയുവാൻ ശ്രീ നരേന്ദ്രമോദി ചുമതലപ്പെടുത്തിയത് 2 പെൺപുലികളെയാണ്. സോഫിയ ഖുറേഷി, വ്യോമിക സെൻ. പോരെ ഭാരതീയർക്ക് അഭിമാനിക്കാൻ? ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത്. ഇവിടെ വന്നിരിക്കുന്നവരിലും നിരവധി സ്ത്രീകളുണ്ട്. ആ ഓപ്പറേഷന്റെ പേര് കേട്ടപ്പോൾ തന്നെ രോമാഞ്ചം വന്നുപോയി ഞങ്ങൾക്ക്. അതാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ആ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നേതൃത്വം എന്നും ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല ഭാരതീയ ജനതാ പാർട്ടി. ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് ദേശീയ ജനാധിപത്യം എന്നുള്ള വാചകങ്ങളായിരുന്നു മുൻപുണ്ടായിരുന്നതെങ്കിൽ നമുക്കറിയാം മുത്തലാഖ് എന്നുള്ള ആ ആചാരത്തിനെതിരായിട്ടുള്ള നിയമം കൊണ്ടുവന്ന് അത് പാസാക്കി നമ്മുടെ മുസ്ലിം സഹോദരിമാരുടെ അഭിമാനം കാത്തു സംരക്ഷിച്ച ഗവൺമെന്റാണ് ദേശീയ ജനാധിപത്യ സർക്കാർ എന്നുള്ളത്. ഇവിടെ ഓരോ സ്ത്രീകളും ഏറ്റവും അഭിമാനത്തോടു കൂടെ തന്നെ ജീവിക്കണം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, അതിനായിട്ട് അശ്രാന്തം പരിശ്രമിക്കുന്ന ഒരു സർക്കാർ. വികസനം മാത്രമാണ് കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ഇവിടെ പറയുവാനുള്ളത്. അഴിമതിയുടെ കറ പുരണ്ടിട്ടുള്ള ഒരു വാചകങ്ങൾ പോലും ഇന്നുവരെ അധികാരത്തിലേറിയതിനു ശേഷം ജനാധിപത്യ സഖ്യത്തിനെതിരായിട്ടില്ല എന്നുള്ളതിന്റെ അഭിമാനത്തോടു കൂടിയാണ് പ്രിയമുള്ളവരെ ഈ നിലമ്പൂരിലെ ഇലക്ഷനെയും ഞങ്ങൾ നേരിടുന്നത്. അഴിമതി കാണിക്കാത്തത് കൊണ്ട് തന്നെയാണ് വികസനം തുടരാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യുവാക്കളൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. ആ യുവാക്കൾക്കൊന്നും ഇവിടെ ജോലി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെ സാധാരണക്കാരായിട്ടുള്ളവരുടെ മക്കൾക്ക് ജോലി ലഭിക്കും? സ്വന്തം മകള് വീണ വിജയന് മാസപ്പടി എണ്ണിക്കൊടുക്കുവാനുള്ള കോടികൾ മാറ്റിവെക്കുകയാണ് ഖജനാവിൽ നിന്നും. ആ പൊതു ഖജനാവിൽ നിന്നും അത്രത്തോളം അഴിമതികൾ നടത്തിക്കൊണ്ട് വീടും കാറുമായിട്ട് നിരവധി സുഖലോലുപങ്ങളിൽ മുഴുകിക്കൊണ്ടും വിദേശ പര്യടനങ്ങൾ നടത്തുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ എവിടെയാണ് അവസരം ലഭിക്കുന്നത്? ഇവിടെയുള്ള പ്രായമെത്തിയിട്ടുള്ള ആളുകൾക്ക് ഒരു വിധവാ പെൻഷനോ അവിവാഹിത പെൻഷനോ വാർദ്ധക്യ പെൻഷനോ കൊടുക്കുവാൻ പോലും പണം കയ്യിലില്ലാതെ, ആ ഖജനാവ് പോലും സംരക്ഷിക്കാൻ സാധിക്കാതെ ഇവിടെയുള്ള ജനങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന ഈ LDF സർക്കാരിനൊപ്പം നമ്മൾ വീണ്ടും നിൽക്കണോ? ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അധികാരത്തിൽ എത്തിയിട്ടും ആ അഴിമതിയുടെ കറകൾ മാത്രം മറുപടി പറയുവാനുള്ള UDF-നൊപ്പം നിൽക്കണോ? അതോ വികസനത്തിന്റെ പാത മാത്രം പിന്തുടരുന്ന NDA സഖ്യത്തിനൊപ്പം നമ്മൾ നിൽക്കണോ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി പ്രിയമുള്ളവരെ നമുക്ക് നൽകേണ്ടിയിരിക്കുന്നു. ഈ വരുന്ന തിരഞ്ഞെടുപ്പില് നമുക്ക് ചിഹ്നത്തെക്കുറിച്ച് ആലോചിക്കാനൊന്നുമില്ല. ഒരൊറ്റ ചിഹ്നമേ ഉള്ളൂ, താമര. ആ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ശ്രീ മോഹൻ ജോർജിന് വമ്പിച്ച വിജയത്തോടുകൂടി ഈ നിലമ്പൂരിന്റെ ജനത കയ്യിലെടുത്താൽ തീർച്ചയായിട്ടും ഇതുവരെ മുരടിച്ചു നിൽക്കുന്ന ഈ ഒരു നിലമ്പൂരിന്റെ സാഹചര്യം മാറിക്കൊണ്ട് വികസനത്തിന്റെ പാതയിലേക്ക് നമുക്കും പോകാം എന്ന് മാത്രം പങ്കുവെച്ചുകൊണ്ടും, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, പകുതിയിലേറെ പേരും വന്നിരിക്കുന്നത് ഞങ്ങളെ ഒന്നും കാണാനല്ല എന്നുള്ളതറിയാം. നമ്മുടെ സുരേഷ് ഏട്ടന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയും ആകാംക്ഷ ഭരിതരായിട്ട് നിൽക്കുന്ന നിങ്ങൾ ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ബോലോ ഭാരത് മാതാ കി.